തൊപ്പൂര് കയറ്റം കയറുന്നതിൻ്റെ ആണിത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കയറ്റമാണ്. പറഞ്ഞമാതിരി വണ്ടികൾ പലതും കുറച്ചധികം പേടിച്ച് കയറ്റുന്നതിനേക്കാൾ കൂടുതൽ ഇത് ഭയങ്കര പേടിയായിട്ടുള്ളത് ഇറക്കാനാണ് കേട്ടോ. കാരണം ലോഡ് വണ്ടി ഇറക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇച്ചിരി പേടിയാണ് ഇത് ഇറക്കാനായിട്ട്. കാരണം നമ്മുടെ വണ്ടികളുടെയൊക്കെ അവസ്ഥ അതേമാതിരിയാണ്. പലതിൻ്റെയും ബ്രേക്കും കാര്യങ്ങളും ഒന്നും കറക്റ്റായിട്ടല്ല. എൻജിൻ ബ്രേക്ക് പകുതി വർക്ക് ചെയ്യാറില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പം കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കയറ്റം കയറാനായിട്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട്. കാരണം എൻ്റെ വണ്ടിക്ക് നല്ല വലിവുള്ള വണ്ടിയാണ്. അതുകൊണ്ട് താഴേന്ന് ആ ഗിയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പതിയെ അങ്ങ് വലിച്ച് കയറി പൊക്കോളും. നമ്മൾ കയറ്റം കയറുമ്പോൾ എപ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കയറ്റം കയറി തീരാനായിട്ട് ഏത് ഗിയറാണോ ആവശ്യം വരുന്നത് ആ ഒരു ഗിയർ ഇടാനായിട്ട് നമുക്ക് അറിയണം. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ 5th ഗിയറിലോ 6th ഗിയറിലോ ആയിരിക്കും ആ കയറ്റം തുടങ്ങി RPM നമ്മുടെ ഒരു 15-20 ആയിരിക്കും നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും നമ്മുടെ RPM എപ്പോഴും. അപ്പോൾ ആ ഒരു RPM ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി വലിച്ച് കയറും. പക്ഷേ 15 താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വന്ന് പോയി വലിയ മുട്ടിൽ പോകും. അതിന് മുമ്പായിട്ട് വണ്ടിയുടെ ഗിയർ മാറാൻ പറ്റാം. നമുക്കിപ്പം 15 RPM താഴേക്ക് വരുന്നതിന് മുമ്പ് ഗിയർ ഇപ്പോൾ 20 നിൽക്കുന്നത് പതിയെ താഴേക്ക് വരാൻ തുടങ്ങണം. നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്തിട്ടും താഴേക്ക് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗിയർ മാറിക്കൊള്ളണം. ഞാനൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം താഴേന്ന് തന്നെ ഈ തൊപ്പൂര് കയറ്റമൊക്കെ ഞാൻ കയറുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഇട്ടേക്കണം ഗിയർ. ആദ്യം 4th ഇട്ടത്. 4th ഇട്ടിട്ട് ആ ഗിയർ തന്നെ ഇങ്ങനെ കയറി പോവാം. അപ്പോൾ ആ വേറെ ഗിയറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഞാൻ ഒരുപാട് ആക്സിലേഷൻ കൊടുക്കില്ല. 20ൻ്റെ RPM പിടിച്ചേക്കും. 20ൻ്റെ RPM പിടിച്ച് ഇങ്ങനെ പതിയെ അങ്ങനെ കയറി പോകും. അത് അധികം സ്പീഡ് വേണ്ട. പിന്നെ അപ്പോൾ 4th ഗിയറിൽ അല്ലാന്ന് കഴിഞ്ഞാൽ 3rd ഗിയറിൽ കയറി പോകുന്നതാണ് ഏറ്റവും സുഖം ഈ കയറ്റമൊക്കെ. ലോഡില്ലാത്ത വണ്ടിയാണെന്നെങ്കിൽ 6ാമത്തെ ഗിയറിലും കയറിപ്പോകും, 7ാമത്തെ ഗിയറിലും കയറിപ്പോകും. ഈ വണ്ടി എൻ്റെ വണ്ടി ഒരു കുഴപ്പമില്ല.
ഇപ്പോൾ ഏകദേശം ഈ കയറ്റം തീർന്നു, ഏകദേശം തീർന്ന ഒരു ഇതിനകത്താണ്. ഇനിയിപ്പം ഞാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിർത്താറില്ല, സാധാരണ അങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല ചെയ്യുന്നത്. ഇന്നിപ്പം ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്, നല്ല ടയേർഡാണ്. ഇനി ഈ കയറ്റം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെയെങ്കിലും തീർത്തിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്, ഇപ്പോൾ ഒരു പാർക്കിങ് കയറ്റം കയറി കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തി അവിടെ കിടന്നുറങ്ങാം എന്നുള്ളൊരു ചിന്തയിലായിരിക്കണത്. ഇപ്പം ആകെ ഒരു ഭയങ്കര ടയേർഡായിട്ട് ആണ് ഓടിച്ചുകൊണ്ടിരിക്കണത്. അത്ര കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ മുഴുവൻ വർക്ക്ഷോപ്പ് കാര്യങ്ങൾ ആയിട്ട് നിൽക്കുമായിരുന്നു. അവിടെ ഞാൻ ഭയങ്കര അലച്ചിലാണ്. വെറുതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടയേർഡാവും. നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ലല്ലോ. നോക്കുമ്പോൾ ഫലത്തിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക, ഒരു പണിയും ചെയ്തില്ല. രാവിലെ തൊട്ട് 4 മണി വരെ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്തു. പക്ഷെ വെറുതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടയേർഡാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കുന്നില്ല. ഈ കയറ്റം കയറി അങ്ങ് തീർന്നു കഴിഞ്ഞാൽ തൊപ്പൂര് പാർക്കിംഗ് ഉണ്ട്, അത് ഇച്ചിരി പോകണം. കയറ്റം കഴിഞ്ഞിട്ട് കുറച്ചാണ് വന്നു കഴിയുമ്പോഴേക്കും അവിടെ കൊണ്ടുപോയിട്ടിട്ട് അവിടെ കിടന്നുറങ്ങാം. ഇതാണ് എൻ്റെ ഇന്നത്തെ പരിപാടി. അപ്പം എത്താറായിട്ടുണ്ട്, കുറച്ചും കൂടി പോയാൽ മതി. ഒരു ഇച്ചിരി കുറച്ചേ ഉള്ളൂ. എത്താറായി. അടുത്ത വശത്ത് കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടാവും, അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ്. ലാസ്റ്റ് തൊപ്പൂര് കയറ്റത്തിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ആ ബോർഡും കണ്ട്, ബാംഗ്ലൂർക്കുള്ള ബോർഡാണ് കാണിക്കണത്. തൊപ്പൂര് കൃഷ്ണഗിരി, അത് കഴിഞ്ഞിട്ട് വേറൊരു ഇതും കൂടി ഉണ്ടാവും, അതിൻ്റെ എവിടെ ഇതിണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ, ഹൊസൂര്, ബാംഗ്ലൂർ, അങ്ങനെയാണ്. ഒരു ഇച്ചിരി നേരത്തേക്ക് ഗ്യാപ്പ് എടുത്തതാണ്. അതായത് എത്തി, പാർക്കിംഗ് എത്തി. അപ്പോഴേക്ക് അറിയാം ലെഫ്റ്റ് തിരിച്ചോളൂ. സെക്യൂരിറ്റി അവിടെ ഉണ്ട്, എന്താ സെക്യൂരിറ്റി അവിടെ ഫുൾ ടൈം സെക്യൂരിറ്റി ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് കിടന്നുറങ്ങണമെങ്കിൽ യാതൊരു പേടിയും വേണ്ട ഈ ഏരിയയിൽ. അന്നല്ല ഇവിടെയെങ്കിലും ഒരു മനുഷ്യൻ വന്നത് ചെയ്യില്ല, കാരണം മുഴുവൻ ലോറിക്കാരാണ്. എൻ്റെ മാതിരി സൗമ്യന്മാരൊന്നുമല്ല, എല്ലാം നല്ല എന്താ പറയണത്, ഭയങ്കര പ്രശ്നക്കാരായിട്ടുള്ള ലോറിക്കാരുണ്ട്. നമ്മുടെ വണ്ടികൾ ആരെങ്കിലും തൊഴുന്നു പിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെല്ലാവരും ഇടപെടും. അതാണ് ഇവിടെ ഇടാൻ പറ്റില്ല, നമുക്ക് തിരിക്കണം. വണ്ടി അപ്പുറത്തെ സൈഡിലാണ്, കാരണം ഇറങ്ങിപ്പോരണ്ടേ. ലോഡും വണ്ടി പ്രത്യേകിച്ച് എനിക്കൊന്നും കണ്ടുവിടാം, ലെഫ്റ്റും റൈറ്റും ഒന്നും കണ്ടുവിടാം. ട്രെയിലറിൻ്റെ ബാക്ക് വശം ഒന്ന് എന്താ നടക്കണതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. ലാസ്റ്റ് അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ലാസ്റ്റത്തെ ആ ഒരു ഡേ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു, സെക്കൻഡ് ലാസ്റ്റ് അവിടെ കൊണ്ടുവിടാനായിട്ടാണ്. അവിടെ കയറ്റുമ്പോഴും ഈ 2 വണ്ടി കിടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരു വണ്ടി ഉണ്ടായിരുന്നില്ല, ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് കയറ്റാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വണ്ടിയോട് ചേർത്ത് കയറ്റണം. കിട്ടി കയറ്റിയിടണം. എന്നിട്ട് ആ സ്ലാബിൽ മുട്ടിക്കുന്ന മാതിരി കയറ്റി ഇട്ടാലേ ബാക്കിൽ പുറകിൽ സ്ഥലം ഉണ്ടാവുള്ളൂ മറ്റു വണ്ടികൾക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ വണ്ടി നിർത്താണ്, കയറ്റി നിർത്താം. ഇവിടെ നിർത്തി ഇന്നിവിടെ കിടന്നുറങ്ങും. അപ്പോൾ നാളെ രാവിലെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.